ജെംജി കിച്ചണിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് മത്തി കൊണ്ട് ഒരു പീരക്കറി വെക്കാം. നല്ല കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട്. മത്തിയുടെ നല്ല സീസൺ ആയതുകൊണ്ട് മുട്ടയൊക്കെയുള്ള മത്തിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഞാനിവിടെ ക്ലീനാക്കി ഒരു 1/2 കിലോ മത്തി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുട്ട ഞാനൊരു സൈഡിലായിട്ട് ഇട്ടിട്ടുണ്ട്. മുട്ടയും ചേർത്താണ് ഞാൻ കറി വെക്കുന്നത്. കാരണം മുട്ടയൊക്കെ ആണല്ലോ ഇതിലേറ്റവും ഗുണമുള്ളത്. ഞാനിത് കറി വെക്കുന്നത് മാങ്ങ ചേർത്താണ് കേട്ടോ. നമുക്ക് പുളിക്ക് വേണ്ടി മാങ്ങ വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ഇരുമ്പം പുളി ചേർക്കാം, അല്ലെങ്കിൽ നമുക്ക് കുടംപുളി ചേർത്ത് വെക്കാം. ഞാനിവിടെ പച്ചമാങ്ങ ചേർത്താണ് പീര കറി വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലെ ബാക്കി ചേരുവകളൊക്കെ ഒന്ന് നോക്കാം. മാങ്ങ നമ്മൾ ചേർക്കുന്നത് മാങ്ങയുടെ പുളി അനുസരിച്ച് വേണം. ഞാനിവിടെ 2 മാങ്ങ എടുത്തിട്ടുണ്ട്. അധികം പുളി ഇല്ലാത്തതാണ്, അതുകൊണ്ടാണ് ഞാൻ 2 മാങ്ങ എടുത്തത്. തൊലിക്ക് കനക്കുറവായതുകൊണ്ട് മാങ്ങയുടെ തൊലിയോട് കൂടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമ്മുടെ ചോയ്സ് അനുസരിച്ച് തൊലിയോട് കൂടിയോ തൊലിയില്ലാതെയോ എടുക്കാം. ഞാനിപ്പോൾ നല്ല മാങ്ങ ആയതുകൊണ്ട് തൊലിയോട് കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇതെല്ലാം കൂടെ നമുക്കിതിലേക്ക് ചേർക്കാം. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചെറിയുള്ളി എടുത്തിരിക്കുന്ന ഒരു 6 ചെറിയുള്ളി ചെറുതായിട്ട് കീറിയെടുത്തിട്ടുണ്ട്. ഇഞ്ചി 2 ഇഞ്ച് വലുപ്പത്തിൻ്റെ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുറച്ച് കറിവേപ്പില. ഇതൊക്കെ കുറച്ച് കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇഞ്ചിയൊക്കെ എത്ര ചേർന്നാലും കറിക്ക് നല്ലതാണ്. ഞാൻ 1 മുറി തേങ്ങ ചെറിയതെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാനിതിലേക്ക് ചേർക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി എരിവിന് നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഈ മുളക് പൊടി ചേർക്കുന്നതിൻ്റെ കളറൊന്ന് ബാലൻസ് ചെയ്യാനാണ്. ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് അധികമാകരുത്, തീരെ കുറച്ച് മതി. ഇനി ഇത് മിക്സിയിലൊന്ന് ഒതുക്കിയിട്ട് വേണമെങ്കിലും ഇടാം. വെറുതെ കൈ കൊണ്ടൊന്ന് ഞരടി ഈ കറിയിലേക്ക് ചേർത്താലും മതി. മിക്സിയിൽ ഒതുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ പീരയാണ് വെക്കുന്നത്. അപ്പം ഞാനിത് കൈ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തേങ്ങാപ്പാലൊക്കെ ഒന്ന് പുറത്തോട്ട് വരാൻ വേണ്ടി നമുക്ക് നന്നായിട്ടൊന്ന് ഞെക്കി ഇങ്ങെടുത്താൽ മതി. ഒരു മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്ത് വേണമെങ്കിലും നമുക്ക് ചേർക്കാം. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചിലർക്ക് പീര വെക്കുന്നത് നന്നായിട്ട് ഉണങ്ങിയിരിക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ വെള്ളം കുറച്ച് വെക്കുക. കുറച്ച് വെള്ളം കൂടെ വേണമെങ്കിൽ അതനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ തീരെ ഉണങ്ങിയല്ല, എന്നാൽ അധികം വെള്ളം ഇല്ലാതെയാണ് ഉണ്ടാക്കുന്നത്. ജസ്റ്റ് ഒന്ന് വെറ്റായിട്ടിരിക്കത്തക്ക രീതിയിലാണ് പീര വെക്കുന്നത്, അധികം ഡ്രൈ ആയിട്ടുള്ള രീതിയിലല്ല. അപ്പോൾ നമുക്കിനി ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ ആദ്യമേ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇനി അധികം ഉടഞ്ഞു പോകാതെ പതുക്കെ ഒന്ന് മറിച്ചിടാം, അല്ലെങ്കിൽ മത്തിയാകുമ്പോൾ പെട്ടെന്ന് ഇത് ഉടഞ്ഞു പോകും. അധികം ഉടഞ്ഞു പോകാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലായിടത്തും ആവി കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് വെച്ച് 10 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് 10 മിനിറ്റ് വെന്തിട്ടുണ്ട്. ഇനി ഇപ്പം കണ്ടോ, അധികം സൈഡിൽ കുറച്ച് വെള്ളമുണ്ട്. ഇത് ചൂട് മാറിക്കഴിയുമ്പോൾ ആ വെള്ളം കൂടെ പറ്റുകയും ചെയ്യും. എന്നാൽ അധികം ഡ്രൈ ആവില്ല. തീർത്തും വെള്ളം പറ്റിച്ച് വെക്കുകയാണെങ്കിൽ കുറച്ച് ചൂട് മാറിക്കഴിയുമ്പോഴത്തേനും ഇത് കൂടുതൽ ഡ്രൈ ആയിരിക്കും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പീരക്കറി ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് ചൂട് മാറിക്കഴിഞ്ഞപ്പോൾ കണ്ടോ, അധികം വെള്ളമില്ല, ഡ്രൈ ആകാതെ ജസ്റ്റ് ഒരു ചെറിയ വെറ്റോട് കൂടിയ പീരക്കറി റെഡിയാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് മത്തിപ്പീര തയ്യാറാക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക്